അവിടെ നിന്നുള്ള മറ്റൊരു മനോഹരമായ കാഴ്ചയാണ് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. വണ്ടി ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് നെടുങ്കണ്ടത്തിനടുത്തുള്ള കൈലാസപ്പാറയുടെ മുകളിലാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം. നമസ്കാരം. പഞ്ചായത്ത് മെമ്പറാണല്ലേ? പഞ്ചായത്ത് പേരെങ്ങനെയായിരുന്നു? MS മഹേശ്വരൻ. മഹേശ്വരനായിരുന്നു ഞങ്ങൾ വിളിച്ചിരുന്നത് അല്ലേ? സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് കൈലാസപ്പാറ എന്ന് പറയും. കൈലാസപ്പാറ ക്ഷേത്രമൊക്കെ ഉണ്ട്. കൈലാസപ്പാറ എന്ന് പറയും. നമ്മുടെ ഈ യാത്രകൾ തേടിയുള്ള ഈ കാഴ്ചകൾ തേടിയുള്ള യാത്ര ഒരുപാട് ആളുകൾ ഇങ്ങനെ നമ്മളെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പം ഈ നെടുങ്കണ്ടം പഞ്ചായത്താണെന്ന് തോന്നുന്നു അല്ലേ? നെടുങ്കണ്ടം പഞ്ചായത്തിലെ തന്നെ ഒരു മനോഹരമായിട്ടുള്ള പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഇവർ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ. എവിടെയോ വന്ന പോലെ നമുക്ക് തോന്നും. എന്തായിരുന്നാലും ആ കാഴ്ചകളിലേക്ക് കൂടി നമുക്ക് പോകാം അല്ലേ? റോട്ടിൽ നിന്ന് ഒരു 50 ബസ് അല്ലേ? അല്ല, നമ്മൾ കുമളിമൂന്നാർ റോഡിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ വരും. കുമളിമൂന്നാർ റോഡിൽ വന്ന് നിന്ന് അത്രേ ഉള്ളൂ. ഓഫ് റോഡ് ജീപ്പൊക്കെ കയറി വരാൻ പറ്റുന്ന ഒരു സാധ്യത. നല്ല ഒറിജിനൽ ഇതായിട്ടുള്ള റോഡ്, ഓഫ് റോഡായിട്ട് നമുക്ക് വേണേൽ പരിഗണിക്കാം. നമ്മൾ ഏറെക്കുറെ ഇതിൻ്റെ മുകളിലെത്തി അല്ലേ? മുകളിലെത്തി. ഇരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതിമനോഹരമായ കാഴ്ചയാണ്. ഈ അങ്ങ് കാണുന്നത് മുഴുവൻ അതിർത്തി മലനിരകൾ. അതിർത്തിയും അപ്പുറം തമിഴ്നാട്. ഈ നെടുങ്കണ്ടം പോലൊരു സ്ഥലത്തൊക്കെ ഇത്രയും മനോഹരമായ ഒരു ഇതുണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഈ മലനിരകളൊക്കെ നമ്മൾ ഒത്തിരി കാണുന്നുണ്ടെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ഓരോ പ്രത്യേകതയും ഓരോ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. സഞ്ചാരികളൊന്നും ഇങ്ങോട്ട് അധികം എത്തിയിട്ടില്ല അല്ലേ? സഞ്ചാരികൾ എത്തുന്നതേ ഉള്ളൂ. പക്ഷേ സഞ്ചാരികൾ എത്തുന്നില്ലെങ്കിൽ പോലും ഈ മദ്യപ സംഘങ്ങൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ തമ്പടിക്കാറുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് ഇവിടെയാണ്. പഞ്ചായത്ത് മെമ്പറൊക്കെ ഇടപെടുന്നതാണ്. നമ്മളെ ഒരു ഇങ്ങനെ കിടക്കുന്ന പ്രദേശമല്ലേ, വെളും പ്രദേശം എന്നുള്ള രീതിയിലുള്ള ഒരു സംവിധാനം പിള്ളേരൊക്കെ വരും. അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനമുള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള ഏരിയയല്ല. പ്രകൃതി മനോഹാരിത തേടിയാണ് മദ്യപ സംഘങ്ങൾ എത്തുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൂടിയുള്ള ഒരു കാഴ്ചകളിലേക്ക് എത്തിച്ചാൽ വലിയ സാധ്യതയാണ്. കാരണം മുമ്പേ സൂചിപ്പിച്ചതുപോലെ നെടുങ്കണ്ടം പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളെ കൂട്ടിയിണക്കി ഒരു ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി ഈ കൈലാസപ്പാറ മാറും എന്നതിന് സംശയമില്ല. നമ്മൾ ഡബിടുന്നാണ് വന്നത് അല്ലേ? ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് അതെ 1/2 കിലോമീറ്ററോളം നമ്മൾ എത്തിയിട്ടുണ്ട്. വളരെ വിദൂരമായിട്ടുള്ളൊരു സഞ്ചാരം നമുക്ക് ഈ മലമുകളിൽ കിട്ടുമെന്നുള്ളതാണ്. ഇവിടുന്ന് അസാധ്യമായ വ്യൂ ആണ്. അപ്പുറത്ത് കണ്ടതിനേക്കാൾ മനോഹരമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഈ പാറയുടെ മുകളിൽ കൂടെയൊക്കെ നമുക്ക് അങ്ങ് കടന്നു പോകാം അല്ലേ? നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. അപ്പോൾ കൈലാസപ്പാറയിലെ മനോഹരമായ കാഴ്ചകൾ, മനോഹരമെന്ന് പറഞ്ഞാൽ പോരാ, അതിമനോഹരമാണ്. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്കും ഈ കൈലാസപ്പാറയിലെ കാഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ടാകും. ഇവിടെ നിന്ന് മറ്റൊരു കാഴ്ച തേടി നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.